ആദ്യം അവിടെ ഒന്നുമുണ്ടായിരുന്നില്ല, ദൈവം ഉണ്ടായിരുന്നു. 6 ദിവസം കൊണ്ട് നമ്മൾ കാണുന്നതെല്ലാം ദൈവം സൃഷ്ടിച്ചു. 1-ാം ദിവസം ദൈവം പറഞ്ഞു, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. വെളിച്ചത്തെ ഇരുളിൽ നിന്ന് നീക്കി. വെളിച്ചത്തിന് പകലെന്ന് പേരിട്ടു. 2-ാം ദിവസം ആകാശം സൃഷ്ടിച്ചു. 3-ാം ദിവസം ദൈവം കരയും കടലും സൃഷ്ടിച്ചു. ഭൂമിയിൽ ചെടികളും മരങ്ങളും കായ്കളും ഫലങ്ങളും ദൈവം മുളപ്പിച്ചു. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും 4-ാം ദിവസമാണ് ദൈവം സൃഷ്ടിച്ചത്. 5-ാം ദിവസം പക്ഷികളെയും മൃഗങ്ങളെയും മറ്റു ജീവജാലങ്ങളെയും ദൈവം സൃഷ്ടിച്ചു. 6-ാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അവന് തൻ്റെ ജീവൻ നൽകി. ദൈവം പറഞ്ഞു, എല്ലാം നന്നായിരിക്കുന്നു. 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു. ദൈവം ഉണ്ടാക്കിയതെല്ലാം എത്ര മനോഹരമാണ് അല്ലേ കൂട്ടുകാരെ? ദൈവം എന്നെ സൃഷ്ടിച്ചു. ഞാൻ ദൈവത്തിൻ്റേതാണ്. ഞാൻ ദൈവത്തിന് വേണ്ടിയാണ്. ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കും. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. മനുഷ്യന് ദൈവം തൻ്റെ ഛായ കൊടുത്തു. സ്നേഹമാണ് ദൈവത്തിൻ്റെ ഛായ. ആദ്യത്തെ മനുഷ്യൻ ആദം. ആദത്തിൻ്റെ കൂട്ടുകാരിയായി ഹവ്വായെ ദൈവം നൽകി. ആദ്യത്തെ സ്ത്രീ ഹവ്വ. ആദത്തിനും ഹവ്വായ്ക്കും വസിക്കാൻ ദൈവം ഒരു തോട്ടം നൽകി, ഏദെൻ തോട്ടം. തോട്ടത്തിൽ അനേകം മരങ്ങൾ, മരങ്ങൾ നിറയെ പഴങ്ങൾ, പൂക്കൾ നിറഞ്ഞ ചെടികൾ, തെളിനീരൊഴുക്കി ഒഴുകുന്ന നദി, പച്ചവിരിച്ച പുൽത്തകിടികൾ, പാട്ടുപാടുന്ന പക്ഷികൾ, കൂത്താടി നടക്കുന്ന മൃഗങ്ങൾ. ഏദെൻ തോട്ടം മനോഹരമായ തോട്ടം. ആ തോട്ടത്തിൽ ആദവും ഹവ്വായും ജീവിച്ചു. ഒന്നിനും കുറവില്ല, വേദനകളില്ല, രോഗമില്ല, മരണമില്ല. അവർക്കെപ്പോഴും സന്തോഷം മാത്രം. അവർ തമ്മിൽ തമ്മിൽ സ്നേഹിച്ചു, സഹായിച്ചു. ദൈവം അവരോട് കൂടി ഉണ്ടായിരുന്നു. ദൈവം അവരെ സ്നേഹിച്ചു. അവർ ദൈവത്തെ സ്നേഹിച്ചു, ദൈവത്തെ സ്തുതിച്ചു. നമ്മെ പരിപാലിക്കുന്ന ദൈവം. ഈ ലോകത്തിലെ എല്ലാ ജീവികളെയും വേണ്ടതെല്ലാം നൽകി ദൈവം വളർത്തുന്നു. എന്തെല്ലാം ദൈവം നമുക്ക് തരുന്നു. കുടിക്കാൻ വെള്ളം, ശ്വസിക്കാൻ വായു, കഴിക്കാൻ ആഹാരം, മധുരമുള്ള പഴങ്ങൾ, അണിയാൻ വസ്ത്രം, പാർക്കാൻ വീടും. പറഞ്ഞാലും തീരില്ല അതൊന്നും. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. എല്ലാം നമുക്ക് ദൈവം തരുന്നു. എത്ര നല്ല ദൈവമാണ് നമ്മുടേത്. ദൈവം എല്ലാം മറന്ന് നമ്മെ പരിപാലിക്കുന്നു. ദൈവമേ സ്തുതി. നമ്മുടെ പിതാവായ ദൈവം, അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും അനുജനും അനുജത്തിയും എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലായി എന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ട്. അതെ, നമ്മുടെ പിതാവായ ദൈവം. മലമുകളിലും മരക്കാടുകളിലും പുഴകളിലും പൂങ്കാവനങ്ങളിലും പ്രകാശം പൊഴിക്കുന്ന സൂര്യൻ ഒന്നേയുള്ളൂ. എല്ലാം സൃഷ്ടിച്ച ദൈവം ഒന്നേയുള്ളൂ. എല്ലാവരെയും പരിപാലിക്കുന്ന ദൈവം. ഞാൻ പ്രകാശം കാണുന്നു. പ്രകാശത്തിന് ശരീരമില്ല, ആകൃതിയില്ല. പ്രകാശം എല്ലായിടത്തുമുണ്ട്. ദൈവത്തിന് ശരീരമില്ല. ദൈവം എല്ലായിടത്തുമുണ്ട്. ദൈവത്തെ ആരും ഉണ്ടാക്കിയതല്ല. ദൈവം എന്നും ഉണ്ടായിരുന്നു, എക്കാലവും ഉണ്ടായിരിക്കും.
പിതാവായ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ വീടാണ് സ്വർഗം. സ്വർഗം എൻ്റെയും വീടാണ്. ഞാൻ ദൈവത്തെ സ്നേഹിക്കും. ഞാൻ സ്വർഗത്തിൽ പോകും. ദൈവത്തിന് നമ്മോടുള്ള അത്രമേൽ സ്നേഹം ദൈവം വെളിവാക്കുന്നത് തൻ്റെ സ്വപുത്രനായ ഈശോയെ നമുക്ക് നൽകിയതാണ്. നമ്മെ സൃഷ്ടിച്ച ദൈവം, നമ്മെ സ്നേഹിക്കുന്ന ദൈവം, നമുക്ക് എല്ലാം തരുന്ന ദൈവം, നമുക്ക് ഈശോയെ തന്ന ദൈവം നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ്. ദൈവം നമുക്ക് തരുന്ന ഏറ്റവും വലിയ സഹായകനാണ് പരിശുദ്ധാത്മാവ്. പെന്തക്കോസ്താ തിരുനാൾ ദിവസം അന്ന് ഈശോയുടെ വാഗ്ദാനം നിറവേറി. പിതാവായ ദൈവം പരിശുദ്ധാത്മാവിന് നൽകി. ശിഷ്യന്മാർക്കും പരിശുദ്ധ കന്യാമറിയത്തിനും നൽകി. തീനാളങ്ങളുടെ രൂപത്തിലാണ് പരിശുദ്ധാത്മാവ് അവരിൽ വന്നു വസിച്ചത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഈശോയുടെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരുന്നു. ഈശോ ജനിച്ചപ്പോൾ, ഈശോ മാമോദീസ സ്വീകരിച്ചപ്പോൾ, ഈശോ പഠിപ്പിച്ചപ്പോൾ, ഈശോ രോഗികളെ സുഖമാക്കിയപ്പോൾ, ഈശോ അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ, ഈശോ പീഡകൾ സഹിച്ചപ്പോൾ, ഈശോ മരിച്ചപ്പോൾ, ഈശോ ഉയർത്തെഴുന്നേറ്റപ്പോൾ. ഈശോ നമുക്ക് തരുന്ന പരിശുദ്ധാത്മാവ് വഴിയാണ് എല്ലാ നന്മയും നമുക്ക് കിട്ടുന്നത്. എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. നമ്മെ സ്നേഹിക്കുന്ന ഈശോയെ നന്നായി അറിയുന്നതിന്, സ്നേഹിക്കുന്നതിന്, നല്ല ബുദ്ധി ലഭിക്കുന്നതിന്, നല്ലത് വിചാരിക്കുന്നതിന്, നന്നായി പ്രാർത്ഥിക്കുന്നതിന്, എല്ലാവരെയും സഹായിക്കുന്നതിന്, സ്നേഹിക്കുന്നതിന്, നമ്മെ നന്നായി പ്രവർത്തിക്കാൻ, ദൈവത്തെ അനുസരിക്കാനുള്ള ശക്തി തരുന്നതും പരിശുദ്ധാത്മാവ് വഴിയാണ്. ഈശോ നമുക്ക് തന്ന ഏറ്റവും വിലയേറിയ സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്ക് ദൈവത്തിന് സ്തുതി പറയാം. ഈശോയെ സ്തുതിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് ഈശോയ്ക്ക് സ്തുതി ചൊല്ലാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.